ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. എല്ലാ കൂട്ടുകാരും സന്തോഷമായും സുഖമായി ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിൽ അല്പമായിട്ടെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തതായ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പല സ്ത്രീകളെ പറ്റിയും കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്, കഥകളിലും അല്ലാതെയുമൊക്കെയും. എന്തോ എനിക്ക് എൻ്റെ വലിയ അറിവൊന്നും ഇല്ലാത്ത സമയത്ത് തന്നെ കേട്ടിട്ടുള്ളതും പിന്നീട് അറിവായതിന് ശേഷവും പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും സാധിച്ച ഒരു സ്ത്രീരത്നത്തെക്കുറിച്ചാണ് ഞാനിത് പറയുന്നത്. എന്നെ കേൾക്കുന്ന മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണിത്. അപ്പോൾ ഞാനിങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹൃദയം ഒഴികെ വെടിയേൽക്കാത്ത ഒരു ആന്തരിക അവയവവും ആ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാ സീനിയർ ഡോക്ടേഴ്സും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് ഓടിയെത്തി. 4 മണിക്കൂർ നീണ്ട ഒരു ശസ്ത്രക്രിയ ചെയ്തിട്ടും അതിനു മുമ്പ് തന്നെ ആ ശരീരത്തിൽ നിന്നും ജീവൻ വിട്ടുപോയിരുന്നു. ഞാനൊരു പ്രധാനമന്ത്രിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരു പ്രധാനമന്ത്രി ആയിരുന്നിട്ടും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. സ്വന്തം ഭവനത്തിൻ്റെ വെളിയിൽ വെച്ച് സ്വന്തം ബോഡി ഗാർഡുകൾ തന്നെ വെടിയുതിർത്ത് കൊല്ലപ്പെട്ട ഒരു മഹനീയ സ്ത്രീരത്നമാണ് ഇന്ദിരാഗാന്ധി. രക്തത്തിൽ കുളിച്ച ശരീരം സെക്യൂരിറ്റി ഗാർഡ്സ് തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ശ്രമിച്ചു. എല്ലാ ദിവസവും അവരുടെ വീടിന് വെളിയിൽ കിടക്കുന്നുണ്ടായിരുന്ന ആംബുലൻസ് അന്ന് ഇല്ലായിരുന്നു. ഒരു സെക്യൂരിറ്റി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് കേട്ട് പാഞ്ഞെത്തിയ ഒരു വൈറ്റ് അംബാസഡർ കാറിൻ്റെ പുറകിലത്തെ സീറ്റിൽ കിടത്തി കാറ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും എൻ്റെ മമ്മി എന്ന് വിളിച്ചുകൊണ്ട് സോണിയാഗാന്ധി അവിടേക്ക് ഓടിയെത്തി. കാറിൻ്റെ പിൻസീറ്റ് തുറന്ന് പുറകിലത്തെ സീറ്റിലിരുന്ന് ഇന്ദിരാഗാന്ധിയുടെ തല മടിയിൽ വച്ച് 3 കിലോമീറ്റർ ദൂരത്തുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ എത്തിക്കാൻ ശ്രമിച്ചു. എങ്കിലും ഡൽഹിയിലെ രാവിലെ ഉള്ളതായ ട്രാഫിക്കിൻ്റെ തിരക്ക് കാരണം 9:30 മണിയോട് കൂടിയാണ് 9:30 AM ഹോസ്പിറ്റലിൽ എത്തിക്കാനായത്. സ്ട്രക്ചറിൽ കിടക്കുന്ന പ്രൈം മിനിസ്റ്ററെ കണ്ട് ഡോക്ടേഴ്സ്, നഴ്സസ്, സ്റ്റാഫ് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ഹോസ്പിറ്റലിലേക്ക് പ്രധാനമന്ത്രിയെ ചികിത്സിക്കാൻ കൊണ്ടുവരുന്നുവെന്ന് ആരും മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. VIP ആയിട്ട് അതിന് മേലത്തെ സെക്യൂരിറ്റിയൊക്കെ ഉണ്ടായിട്ടും തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുവാനോ അല്ലെങ്കിൽ അതിന് തക്കതായ ഇൻഫർമേഷൻ കൊടുക്കാനോ, ആംബുലൻസ് ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊരു ആംബുലൻസ് വിളിച്ചു വരുത്തുവാനോ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല. ഇതിൽ നിന്ന് ഒന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര വലിയ പദവിയിലിരുന്നാലും എന്തൊക്കെ ഉണ്ടെങ്കിലും ദൈവം ഒരുക്കി തന്നാൽ മാത്രമേ നമുക്ക് ഏത് പ്രതിസന്ധിയിലും നമുക്ക് ആവശ്യമായ സഹായം ലഭിക്കുകയുള്ളൂ എന്ന്. അതിന് ഒരു മാറ്റവുമില്ലെന്നുള്ളതാണ് നമ്മൾ ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ അയൺ ലേഡി എന്നൊക്കെ വിളിച്ചിരുന്ന കാലത്ത്, അന്ന് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലമാണ്, 70കളിൽ എമർജൻസിക്ക് മുമ്പുള്ള കാലത്തെക്കുറിച്ചാണ് ഞാനീ പറയുന്നത്. നമുക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല. ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്ററാണെന്നറിയാം. അതും അത്ര കൃത്യമായിട്ടൊന്നും അറിയില്ല. ന്യൂസ് പേപ്പറിൽ എപ്പോഴേലും വരുന്ന അവരുടെ ഫോട്ടോകൾ കാണുമ്പോൾ ഇത് ഇന്ദിരാഗാന്ധി, അത്രയേ ഉള്ളൂ നമ്മുടെ അറിവ്.
എന്നാൽ എമർജൻസിക്ക് അതുപോലെ തന്നെ അതിന് മുമ്പായിട്ടുള്ള ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള സ്കില്ലുകളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് റോട്ടി കപ്പട മക്കാൻ എന്നുള്ള അവരുടെ ആ ശ്ലോകമാണ് പാവപ്പെട്ട ജനങ്ങൾ, അതായത് ഇന്ദിരാഗാന്ധി ഭരിച്ചിരുന്ന കാലത്തൊക്കെയും വളരെ ബുദ്ധിമുട്ട് ഇന്ത്യയിലുള്ള ജനങ്ങൾ വളരെ പുവറായിരുന്ന കാലത്തൊക്കെയാണ്. ആ സമയത്ത് ഓരോ മനുഷ്യർക്കും അത്യാവശ്യം അവർക്ക് ഫുഡ്, അവർക്ക് തുണി, അവർക്ക് താമസിക്കാനുള്ള സൗകര്യം, അങ്ങനെയുള്ളത് ആ 3 കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ശ്ലോകങ്ങളൊക്കെയും ഞാൻ ഓർക്കുന്നുണ്ട് ചെറുപ്പമായിരുന്നെങ്കിൽ. അതിൽ പ്രത്യേകിച്ച് പറയുകയാണ് കപ്പടയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഇന്ദിരാഗാന്ധി ഹാൻഡ്ലൂം ആ ഇൻഡസ്ട്രി വളരെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അതിന് വേണ്ട സഹായങ്ങളൊക്കെ കൊടുത്ത് അവർ ധരിക്കുന്നതായ തരത്തിലുള്ള ഡിസൈനൊക്കെയുള്ള സാരികൾ, കോട്ടൺ സാരികളും അല്ലാത്ത സിൽക്ക് സാരികളൊക്കെയും ഹാൻഡ്ലൂം സിൽക്കുമൊക്കെയും ആ സമയത്ത് വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നല്ല പ്യുവർ കോട്ടൺ സാരികളൊക്കെ 15 രൂപ, 18 രൂപ, 20 രൂപയ്ക്കൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ഒരു സ്കീം മുഖേനയൊക്കെ പലരും വാങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് അത്ര സാരി കൊടുക്കുന്ന പ്രായമല്ലായിരുന്നുകൊണ്ട് എന്നാലും കണ്ടിട്ടുണ്ട്. പക്ഷേ സാധാരണ ജനത്തിന് ആവശ്യമായ കാര്യങ്ങളെ എത്തിച്ചു കൊടുക്കാനായിട്ട് അവർ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെ എനിക്ക് അറിയാവുന്ന നമ്മളുടെ വീട്ടിൽ പണി ചെയ്യാനൊക്കെ വരുന്ന ആ സ്ത്രീക്കൊക്കെ അവർക്ക് വന്നിട്ട് കർണാടകത്തിൽ മണ്ഡിയ എന്ന സ്ഥലത്ത് അവർക്ക് വീട് വെക്കാനുള്ള സ്ഥലമൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ആ ഭവന ഒരു സ്കീം വഴി ആദ്യം സ്ഥലം കിട്ടി, പിന്നീട് പൈസ കിട്ടി, അങ്ങനെ അവർ വീട് വെച്ചതൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കറിയാം. അതുപോലെ കൂടുതലായിട്ടൊന്നും പൊളിറ്റിക്സ് ഒന്നും അറിയത്തില്ല. തന്നെയല്ല, അന്ന് വോട്ടർ പട്ടികയിൽ പേര് പോലും വരാനുള്ള എലിജിബിലിറ്റി ഇല്ലാത്ത കാലമാണ്. അതൊക്കെ കഴിഞ്ഞു. നമ്മുടെ എമർജൻസി പീരീഡ് കഴിഞ്ഞാണ് ഇലക്ഷനിൽ ആദ്യമായിട്ട് ജസ്റ്റ് 18 വയസ്സ് തികഞ്ഞു. നമുക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരും വന്ന് വോട്ട് ചെയ്യാനായിട്ടുള്ള അധികാരം ലഭിച്ചു. അങ്ങനെ എമർജൻസി കഴിഞ്ഞുള്ള ആദ്യത്തെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടി. എന്നാൽ ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തു എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാനായിട്ട് വളരെയധികം കാര്യങ്ങൾ, അവരുടെ ആ കഴിവുകളെ ഞാൻ വായിച്ചറിഞ്ഞുമൊക്കെ എനിക്ക് ഒത്തിരി പ്രചോദനം തന്നിട്ടുണ്ട്. അത് ഇന്ദിര എന്നുള്ള ഒരു പുസ്തകം, അതായത് അത് എഴുതിയിരിക്കുന്ന കാത്രീൻ ഫ്രാങ്ക് എന്ന് പറയുന്ന സ്ത്രീയാണ് അതിൻ്റെ ഓഥർ. ഇംഗ്ലീഷ് പുസ്തകമാണ്. അത് ഇന്ദിരാഗാന്ധിയുടെ ലൈഫിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അത് ഞാൻ വായിക്കുവാനിടയായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, എൻ്റെ മക്കളൊക്കെ അവർ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞിട്ട് പുസ്തകങ്ങൾ തന്നെ വാങ്ങിക്കാനും വായിക്കാനും ഒക്കെയുള്ള ആ ഒരു ഏജിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൾ വാങ്ങിച്ചതാണ് ഇന്ദിര എന്നുള്ള ബുക്കും അതുപോലെ ഗാന്ധി എന്നുള്ള ബുക്കും. അവൾ കുറേ പുസ്തകങ്ങൾ വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്ന കൂട്ടത്തിൽ മൂത്ത ആളും അതുപോലെ തന്നെ. എന്നാൽ മൂത്ത ആൾ നോവലുകളും വേറെയുള്ള പുസ്തകങ്ങൾ, ഇവൾ ഇങ്ങനെ കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട്. അന്നത്തെ കാലത്ത് ഇന്ദിര എന്നുള്ള പുസ്തകം വായിക്കുവാനും അത് എനിക്ക് വളരെയധികം പ്രചോദനം തന്നു എന്ന് പറയാം. ഇന്ദിരാഗാന്ധിയുടെ ജനനം 1917 മുതൽ ഇന്ത്യയുടെ പാർട്ടീഷൻ 1947 വരെയും, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അസാസിനേഷന് 1984 ഒക്ടോബറിൽ സംഭവിച്ചവരെയും ഉള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ആ കാലത്ത് അവർ ഭരണം നടത്തിയിരുന്നപ്പോൾ
ഈ വർഗീയത നിന്നിരുന്നതായ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ അതിന് മേലെ നിന്നുകൊണ്ട് ഒരു നല്ല ലീഡറായി അവർ കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതുപോലെ തന്നെ ഒരു US സർവേ, അതായത് 1971 നടത്തിയൊരു സർവേയിൽ പറയുന്നത് ഷീ വാസ് ദ മോസ്റ്റ് അഡ്മയർഡ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന്. അന്നത്തെ കാലത്ത് സ്ത്രീ, ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നതാണ്, എനിക്കറിയില്ല, സ്ത്രീകളുടെ ഇത് നോക്കുമ്പോൾ മദർ മേരി, സെൻറ്റ് മേരി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശംസ ലഭിച്ച ഒരു സ്ത്രീയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എന്ന് കേട്ടിട്ടുണ്ട്. അത് എനിക്കത്ര ഒന്നും അറിയില്ല, പക്ഷെ നമ്മൾ കേട്ട ഒരു ഇതാണ്. എങ്കിലും അവരുടെ ആ എമർജൻസി സമയത്ത് ചെയ്തതായ, അടിയന്തരാവസ്ഥ കാലത്ത് ചെയ്തതായ റൂളുകളും കാര്യങ്ങളും ജനത്തെ പീഡിപ്പിച്ചതും അതെല്ലാം മനുഷ്യൻ്റെ മനസ്സിലൊരു കറുത്ത പാടായിട്ട് കിടക്കുവാനിടയായി. അതിൽ നിന്ന് ഇന്ദിരാഗാന്ധിയുടെ നല്ല സൽപ്പേരിന് വളരെ കളങ്കമൊക്കെയും വന്നതായിട്ട് നമുക്കറിയാം. അതുപോലെ തന്നെ അവർ ഒരുപാട് 10 points പ്രോഗ്രാം, 20 point പ്രോഗ്രാം അങ്ങനെയൊക്കെ പറഞ്ഞ് പലതും നടത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെ ഇന്ത്യക്ക് ജനങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് അവർ രാജ്യത്തെ ലീഡ് ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. യുദ്ധം ജയിപ്പിച്ച് ജയിച്ച ഒരു സ്ത്രീയാണെന്ന് കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏറ്റവും നല്ല മികച്ച ഒരു ഇൻ്റർനാഷണലായിട്ടുള്ള ഒരു വ്യക്തിത്വമായിട്ട് തന്നെ നമുക്കവരെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അവരുടെ പോളിസികൾ ചിലത് ബാങ്ക് നാഷണലൈസേഷനും ഇൻഷുറൻസിന് നാഷണലൈസ് ചെയ്തു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. എക്കണോമിക്സ് കാര്യങ്ങളിൽ കൂടെ അവർ നല്ല റിഫോംസ് കൊണ്ടുവന്നതൊക്കെയും രാജ്യത്തിനും ജനങ്ങൾക്കും ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ദിരാഗാന്ധിയെ നേരിട്ട് കാണുവാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതായത് അത് ഇവിടെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഇനാഗുറേഷന് വേണ്ടി ബാംഗ്ലൂരിൽ വന്ന സമയത്ത് ഞങ്ങളുടെ കമ്പനി ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയതുകൊണ്ട് അവിടെയും അവർ ബിൽഡിങ് ഇനാഗുറേഷന് വേണ്ടി വരികയും അപ്പോൾ വളരെ അടുത്ത് തന്നെ എനിക്ക് അവരെ കാണുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. നമുക്കൊക്കെ അഡ്മയർ ആകുന്ന രീതിയിൽ അവരെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ടുണ്ടെന്നുള്ളതും ഒരു സത്യമാണ്. ഇപ്പോൾ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അവരുടെ മരണത്തിൻ്റെ സമയം. അതായത് അന്ന് നമ്മുടെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലം ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അതോടെ ഇന്ദിരാഗാന്ധിയുടെ മരണം BBC മുഖേന അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് അതുപോലെ ബാംഗ്ലൂരിലുള്ള പല സെൻട്രൽ ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെല്ലാം ഹോളിഡേ ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് ഡേയും ഹോളിഡേ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 2 hours ഏർലി ആയിട്ട് എല്ലാവരെയും ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും അതുപോലെ പ്രശ്നങ്ങളുണ്ടാകും എന്നുള്ളത് അറിയാം. സിറ്റിയുടെ പല ഭാഗത്തും ഓൾറെഡി പ്രശ്നങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ആ സമയത്ത് മോറോവർ ഞാൻ പ്രഗ്നൻ്റ് കൂടെ ആയിരുന്നു എന്നുള്ളതും പറയാനായിട്ട് ഒരു 7 മാസം പ്രഗ്നൻ്റ് കൂടെ ആയിരുന്നു. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് ഞങ്ങളൊക്കെയും ബസ്സിലൊക്കെ സേഫായിട്ട്, കമ്പനിയുടെ ബസ്സിൽ സേഫായിട്ട് വീട്ടിലെത്തി. എൻ്റെ ഹസ്ബൻഡ് MG റോഡിലാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് വന്നിട്ട് അവിടെ അവരുടെ ലഞ്ച് ടൈം കഴിഞ്ഞുള്ള ആ ഒരു സമയത്താണ് ഇവരറിയുന്നത്. ഈ ന്യൂസ് വന്ന ഉടനെ തന്നെ അവിടെ കടകളെല്ലാം പെട്ടെന്ന് ക്ലോസ് ചെയ്യുകയും അവർക്കൊക്കെ ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കാതെ ലഞ്ചൊക്കെ മിസ് ചെയ്ത് അവിടുന്ന് സഡനായിട്ട് ഓട്ടോ അറേഞ്ച് ചെയ്ത് പെട്ടെന്ന് കൺവെയൻസ് ചെയ്ത് വീട്ടിലേക്ക് എത്തുകയുണ്ടായി. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വളരെ ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, എന്തൊക്കെ സൗകര്യങ്ങളുണ്ടാവട്ടെ, എന്തൊക്കെ സേഫ്റ്റി ഉണ്ടാകട്ടെ, എങ്കിലും അതൊന്നും
അന്ന് വർക്കൗട്ടായില്ല എന്നുള്ളതാണ്. അതായത് ഒരു ആംബുലൻസിൽ പോലും അവരെ തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ആംബുലൻസ് ഉണ്ടായിരുന്നെങ്കിൽ ആ ട്രാഫിക്കിലാണേലും അത് ട്രാഫിക്കിനെ അതിൻ്റെ വിസിലും ഹോണൊക്കെ അടിച്ച് സൗണ്ട് ഉണ്ടാക്കി ട്രാഫിക് സൈഡിലേക്കൊക്കെ മാറ്റി ജനങ്ങളെയൊക്കെ ക്രമീകരിച്ച് ഏറ്റവും പെട്ടെന്ന് എത്തുവാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ ഒരു അംബാസഡർ കാറിൻ്റെ പുറകിലത്തെ സീറ്റിൽ വന്ന് പവറിലിരിക്കുന്ന, അതായത് ഒരു വലിയ ദേശത്തിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന ആ വ്യക്തി ജസ്റ്റ് ഒരു അംബാസഡർ കാറിൻ്റെ സീറ്റിൽ കിടന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി എന്നുള്ളതൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം നമ്മൾ. അതുപോലെ തന്നെ ആ സമയത്ത് ഒരു സാധാരണ മനുഷ്യർക്ക്, ഒരു സാധാരണ പൗരന് ലഭിക്കുന്ന പരിഗണന മാത്രമാണ് ആ ട്രാഫിക്കിൽ അവർക്ക്, ആ ബ്ലോക്കിൽ അതൊക്കെയും അവർക്ക് ലഭിച്ചത്. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അതായത് ചിലരൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവരുടെ യൂട്രസിൽ തന്നെ അത് എത്രയോ വെടിയുണ്ടകൾ ചെന്ന് പതിച്ചിരുന്നു എന്നാണ്. ഒരു അമ്മയായിട്ടും ഒരു ഗ്രാൻഡ് മദറായിട്ടും അതുപോലെ തന്നെ ഏറ്റവും ഒരുപാട് ധൈര്യമുള്ള സ്ത്രീയായിട്ട് അവരുടെ കാലത്ത് ചന്ദ്രനിലേക്ക് രാകേഷ് ശർമ്മയൊക്കെ സ്പേസ് ജേർണി ചെയ്ത് അവരോടൊക്കെ നേരിട്ട് സംസാരിക്കാനും ഇസ്രോയുടെ സ്റ്റാർട്ടിങ് പല കാര്യങ്ങൾ വളരെ ഇതായിട്ടിരുന്ന ആ ഒരു സ്ത്രീത്വത്തെ ഓർക്കുമ്പോൾ ഞാൻ അവരുടെ മുമ്പിൽ അവരുടെ ഓർമ്മകളുടെ മുമ്പിൽ നമിക്കുന്ന മാത്രമല്ല, ഇതൊരു പൊളിറ്റിക്കൽ ഇതായിട്ടല്ല ഞാൻ പറയുന്ന ഒരു സ്ത്രീത്വം, ഒരു സ്ത്രീ എത്രമാത്രം കാര്യങ്ങൾ ചെയ്തു. അവർ വന്ന് മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്നും എന്തെങ്കിലും പഠിക്കുവാനുണ്ടെങ്കിൽ അതൊക്കെ നല്ല കാര്യങ്ങളെ നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അതേപോലെ തന്നെ ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, അവർ അമേരിക്കയ്ക്ക് പോകുമ്പോഴാണ് ആദ്യമായിട്ട് അവർ ചൂടിദാർ, അതായത് സൽവാർ കമ്മീസ് ആദ്യമായിട്ട് ഇടുന്നത്. അതുവരെ എപ്പോഴും സാരിയായിരുന്നു ആദ്യമായിട്ടെന്ന് ഞാൻ ഒഫീഷ്യലി ഇടുന്നത് ഉള്ള ഡ്രസ്സിൽ കാണുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ ഇത് US പോകാനായിട്ട് സൽവാർ കമ്മീസ് ഇട്ടിട്ടുള്ള ആ ഒരു ഫോട്ടോ പേപ്പറിൽ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം 2010 ഞാൻ US പോയ സമയത്ത് അവിടെ ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു ഹോട്ടൽ, അതായത് ഇന്ദിരാഗാന്ധി ആദ്യമായിട്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ താമസിച്ചിരുന്ന ആ ഹോട്ടലെന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുകയുണ്ടായി. അത് കാലിഫോർണിയ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു ബീച്ചിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലാണ്. അപ്പോൾ അത് കണ്ടപ്പോഴും സന്തോഷം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വലിയ ലീഡർ അവർ വന്ന് താമസിച്ച സ്ഥലമാണ്, മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്യാനായിട്ട് വന്ന് ആ സ്ഥലത്തെ ആണെന്ന് അവിടെയുള്ള ഇവർ ഗൈഡ് പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ ചുരുക്കത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഏത് സ്ത്രീകളാണെങ്കിലും ഈ ഇന്ദിരാഗാന്ധി എന്നല്ല, വേറെ അനേകം സ്ത്രീകളുണ്ട് നല്ലത് ചെയ്തവരും അതുപോലെ സമൂഹത്തിന് കോൺട്രിബ്യൂഷൻ ചെയ്തവരും അല്ല കുടുംബത്തിന് മാത്രമായിട്ട് ത്യാഗം ചെയ്ത് ജീവിച്ചവരും, അങ്ങനെയൊക്കെയുള്ള അനേക വ്യക്തിത്വങ്ങളെ നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതം എത്ര നാളുണ്ടല്ല, എത്ര വർഷങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മൾ മരിച്ചാലും ഓർക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുവാൻ സാധിച്ചാൽ ഏറ്റവും ഗുണകരമായിരിക്കും. അതിന് നമുക്ക് സാധിക്കണം. എന്നാൽ അത് സാധിച്ചില്ലെങ്കിൽ പോലും നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിന്ന് നല്ല കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. ഈ വ്യക്തിത്വം, അതായത് ഞാൻ ഇന്ദിരാഗാന്ധിയിൽ മാത്രമല്ല അനേക സ്ത്രീകളെക്കുറിച്ച് വായിക്കുകയും അവരുടെയൊക്കെ ജീവിതത്തിലുള്ള ധൈര്യവും അത് എല്ലാ കാര്യങ്ങളെ ഫേസ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി, കാര്യങ്ങൾ, വിസ്ഡം പ്രത്യേകിച്ച് അതുപോലെ അതൊക്കെയും കൈവരിക്കുവാനായിട്ടും അതിനനുസരിച്ച് നമ്മളുടെ ജീവിതത്തെ കൊണ്ട് നടക്കുവാനായിട്ടൊക്കെ എല്ലാം ഒന്നും സാധിച്ചില്ലെങ്കിൽ അല്പമായിട്ടെങ്കിലും ഒരു 10% ജീവിതത്തിൽ ഗുണകരമായി എന്നുള്ളതാണ് ഞാനീ പറയാനായിട്ട് വന്നത്. എന്തായാലും ഇങ്ങനെയൊരു കാര്യത്തെക്കുറിച്ച് ഇന്ദിരാഗാന്ധി, ഷീ സോ ഗ്രേറ്റ്, അവരെക്കുറിച്ച് ഇത്രയും പറയുവാനായിട്ട്
സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ഞാനതൊരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിലല്ല ഇത് പറയുന്നതെന്ന് വീണ്ടും പറയുകയാണ്. ഒരു സ്ത്രീത്വം എന്നുള്ള രീതിയിൽ, ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഏറ്റവും നല്ലൊരു മഹിളയായി നമ്മളുടെ മുമ്പിൽ ജീവിച്ച് മരിച്ച ഒരു സ്ത്രീ രത്നമാണല്ലോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. തന്നെയല്ല, ഇന്ദിരാഗാന്ധിയെ ഇഷ്ടപ്പെടണമെന്നല്ല, ആ രീതിയിലല്ല ഞാൻ പറഞ്ഞത്. തന്നെയല്ല, നമ്മുടെ ഇടയിൽ ഇന്നും ജീവിക്കുന്ന അനേക സ്ത്രീകളുണ്ട്. നമ്മളവരെ തിരിച്ചറിയണം, അവർക്ക് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. തന്നെയല്ല, ഈ വീഡിയോ കേട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കുവാനോ അല്ല ഇൻഫ്ലുവൻസ് ആകുവാനോ സാധിച്ചെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, നമ്മളുടെ കയ്യിൽ ഒരു കാര്യമില്ല, എന്ത് പദവിയോ പണമോ ഒന്നുമല്ല നമ്മളെ കൊണ്ട് നടത്തുന്ന ദൈവത്തിൻ്റെ അവൻ്റെ പ്രൊട്ടക്ഷനും അവൻ്റെ ആലോചനയും അവൻ്റെ നടത്തിപ്പും മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കൊണ്ടു നടത്താനായിട്ട് സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ബായ് പറയുന്നു. ബായ് ടു ഓൾ.